ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾക്കെല്ലാവർക്കും വൈഫൈ എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എഡ്യൂക്കേഷൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 9ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സയൻസ്, മാത്സ് എന്നീ വിഷയങ്ങൾ കുട്ടികൾക്ക് എങ്ങനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാക്കാം എന്നതാണ് ഈ ചാനലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ടു കഴിയുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ക്ലാസ്സുകളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ +2 ഫിസിക്സ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം +2 ഫിസിക്സിൽ നമുക്ക് മൊത്തം 15 ചാപ്റ്ററുകളുണ്ട്. ആ 15 ചാപ്റ്റർ എന്താണ്, ഏതൊക്കെയാണ് ആ ചാപ്റ്ററുകൾ, ആ ഓരോ ചാപ്റ്ററിന്റെയും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററുകൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ആദ്യമായി ഞാൻ നിങ്ങൾക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കി തരാം. ചാപ്റ്ററുകളെ കുറിച്ചൊരു ഐഡിയ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. Electric charges and fields ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് തേർഡ് ചാപ്റ്റർ. ഫോർത്ത് ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ആൻഡ് ഫിഫ്ത് ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഓക്കെ, magnetism and matter ആണ് 5th chapter. And 6th chapter electromagnetic induction ആണ് 6th chapter. And 7th chapter alternating current. Okay, alternating current or AC. And the 8th chapter electromagnetic waves. അങ്ങനെ മൊത്തം 8 ചാപ്റ്ററുകളാണ് പാർട്ട് 1-ലുള്ളത്. ഫിസിക്സ് പാർട്ട് 1-ല് +2-ല് 8 ചാപ്റ്ററുകളാണ് ഉള്ളത്. ഓക്കെ, ഇതില് ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് എന്നുള്ളത്, ഈ രണ്ടും ഈ ചാപ്റ്ററിനെയും കോമൺ ആയിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതായത് ചാർജുകൾ റെസ്റ്റിലാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഓരോ ചാപ്റ്ററുകളെ കുറിച്ചൊരു ഐഡിയ തരാണ്. ചാർജുകൾ റെസ്റ്റിലാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ രണ്ട് ചാപ്റ്ററും പഠിച്ചിരിക്കുന്നത്. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ചാർജുകളെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, ആൻഡ് തേർഡ് ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തില് ചാർജ് മൂവ് ചെയ്യുക. ഇത്ര സമയം കൊണ്ട് ഇത്ര ചാർജ് മൂവ് ചെയ്യുക. ഏതിലൂടെ? ഒരു മെറ്റീരിയൽ മീഡിയത്തിലൂടെ, ലൈക്ക് ഒരു കണ്ടക്ടറിലൂടെ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, വളരെ കറണ്ടിനെ ഈസി ആയിട്ട് കടത്തിവിടുന്ന സബ്സ്റ്റൻസുകളെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അപ്പം ചാർജ് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതെന്തായി? കറണ്ടായി മാറും. അപ്പൊ ആ കറണ്ടിനെ കുറിച്ചാണ് തേർഡ് ചാപ്റ്റർ പറഞ്ഞത്. കറണ്ട് നെക്സ്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോർത്ത് ചാപ്റ്റർ ഏതാ? മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അല്ലെ, അവിടെ അപ്പൊ ഫസ്റ്റ് രണ്ട് ചാപ്റ്ററുകൾ ചാർജ് റെസ്റ്റിലാണെന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത്, അല്ലെ. എന്നാൽ ഈ ഫോർത്ത് ചാപ്റ്ററിൽ എത്തിയപ്പോഴേക്ക് ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത? മൂവിംഗ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് വെച്ചാണ് ഫോർത്ത് ചാപ്റ്റർ പറയുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഏത്? ഫിഫ്ത് ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പൊ ഫോർത്ത് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ചാർജിന്റെ മാഗ്നറ്റിസത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഈ ഫിഫ്ത് ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ആൻഡ് സിക്സ്ത് ചാപ്റ്റർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഈ ഒന്നുകൂടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത്
ഫോർത്ത് ചാപ്റ്ററും ഫിഫ്ത്ത് ചാപ്റ്ററും കൂടെ കോമൺ ആയിട്ട് പഴയ സിലബസ് പ്രകാരം അതിൽ മാഗ്നറ്റിസം എന്ന ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് 2 ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ തന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ ഏതാ മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ 6th 7th ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ആൾട്ടർനേറ്റിംഗ് കറണ്ടും. ഇത് രണ്ടും കറണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന, അതായത് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചുള്ള ചാർജിന്റെ ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടുള്ളതും അതിന്റെ മാഗ്നറ്റിസത്തെ കുറിച്ചും ആണ് കൂടുതലായിട്ടും. ഈ രണ്ടും കൂടി വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതെല്ലാം കൂടി കലർന്ന ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ട് 1 മൊത്തം 8 ചാപ്റ്ററുകളാണ്. ഓക്കെ, ദെൻ നമ്മള് പാർട്ട് 2ലേക്ക് വന്നാലോ. അതായത് 9th ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നൊരു ചാപ്റ്റർ ആണ്. റേ ഒപ്റ്റിക്സ് ശ്രദ്ധിക്കുക, 9th ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ക്ലിയർ? ആൻഡ് 10th ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സ് ആണ്. അപ്പോ ഈ റേ ഒപ്റ്റിക്സും 10th ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സും എന്താണ്? ഒപ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുക. ഒപ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 2 പിന്നെ ചാപ്റ്ററുകളായിട്ടാണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് റേ ഒപ്റ്റിക്സിൽ നമ്മൾ ലൈറ്റ് സ്ട്രൈറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ്. എന്നാൽ വേവ് ഒപ്റ്റിക്സിലാവുമ്പോഴോ ലൈറ്റ് വേവിന്റെ രൂപത്തിൽ ട്രാവൽ ചെയ്യുന്നു. വേവിന്റെ രൂപത്തിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അതിനെ കുറിച്ചാണ്. അപ്പൊ ഈ ലൈറ്റിനെ കുറിച്ചാണ് ഈ ഫസ്റ്റ് 2. അപ്പോ പാർട്ട് 1 യാതൊരു സ്വഭാവവും ഇല്ല, ഇത് പാർട്ട് 2 ഫസ്റ്റ് 2 ചാപ്റ്ററുകൾക്ക്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പിന്നെ 12th ചാപ്റ്റർ ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്നും പറയാം. അപ്പം ആ പിന്നെ 12th ചാപ്റ്ററിൽ റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്താണ്, റേഡിയേഷൻ എന്താണ്, റേഡിയേഷന്റെ പിന്നെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് 12th ചാപ്റ്റർ. അതാണ് ഡ്യുവൽ നാച്ചർ. ഡ്യുവൽ പറഞ്ഞ 2 സ്വഭാവം, മാറ്ററിന്റെയും റേഡിയേഷന്റെയും ഡ്യുവൽ ക്യാരക്ടർ അല്ലെങ്കിൽ 2 സ്വഭാവത്തെ കുറിച്ചാണ് ആ 12th ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് 13th 14th വളരെ ഈസി ആയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ്. അത് നമ്മള് കെമിസ്ട്രിയിൽ പഠിച്ച പോലെ തന്നെ ആറ്റംസും ന്യൂക്ലിയസ് ആണ്. അപ്പൊ 13th ചാപ്റ്റർ ആറ്റംസ് ആൻഡ് 14th ചാപ്റ്റർ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ ആറ്റംസ് ന്യൂക്ലിയസ് എന്താന്നൊക്കെ വ്യക്തമായിട്ട് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അതിന്റെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, ഇനി 14th ചാപ്റ്റർ ഏതാ? സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിനെ കുറിച്ചാണ്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഈ സെഞ്ചുറി തന്നെ ഇലക്ട്രോണിക്സ് സെഞ്ചുറി ആയിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെ? അപ്പൊ ആ ഇലക്ട്രോണിക്സിനെ കുറിച്ചും അതിന്റെ പുതിയ ടെക്നോളജിയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പിന്നെ ചാപ്റ്ററാണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലാസ്റ്റ് ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു ചാപ്റ്ററാണ് കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് സിലബസിനും CBSEക്കും കോമൺ ആണ് ഈ ചാപ്റ്ററുകൾ. സിലബസ് ഒക്കെ സെയിം ആണെങ്കിലും CBSEക്കാർക്ക് സ്റ്റേറ്റ് സിലബസിന്റെ അത്ര തന്നെ പഠിക്കാനില്ല, അല്ലേ? അവർക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ലാസ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിന്റെ പകുതി ഭാഗം മുതലും പഠിക്കാനില്ല. ബാക്കിയൊക്കെ ഈ 2 ക്ലാസ്സുകൾ എല്ലാവർക്കും സെയിം ആണ്, CBSEക്കും സ്റ്റേറ്റിനും. ഓക്കെ, ഇതാണ് ചാപ്റ്ററുകളെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ചാപ്റ്ററിനെ കുറിച്ചൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി 14th ചാപ്റ്റർ ഏതാ? സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിനെ കുറിച്ചാണ്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഈ സെഞ്ചുറി തന്നെ ഇലക്ട്രോണിക്സ് സെഞ്ചുറി ആയിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെ? അപ്പൊ ആ ഇലക്ട്രോണിക്സിനെ കുറിച്ചും അതിന്റെ പുതിയ ടെക്നോളജിയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പിന്നെ ചാപ്റ്ററാണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്.
And the last chapter is principle of communication. Last chapter, principle of communication. ആ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു ചാപ്റ്ററാണ് കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഇതിൽ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് സിലബസിനും CBSEക്കും കോമൺ ആണ് ഈ ചാപ്റ്ററുകൾ. സിലബസ് ഒക്കെ സെയിം ആണെങ്കിലും CBSEക്കാർക്ക് സ്റ്റേറ്റ് സിലബസിന്റെ അത്ര തന്നെ പഠിക്കാനില്ല അല്ലേ. അവർക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ലാസ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിന്റെ പകുതി ഭാഗം മുതലും പഠിക്കാനില്ല. ബാക്കിയൊക്കെ ഈ രണ്ട് ക്ലാസ്സുകൾ എല്ലാവർക്കും സെയിം ആണ്, CBSEക്കും സ്റ്റേറ്റിനും. ഓക്കെ, ഇതാണ് ചാപ്റ്ററുകളെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ചാപ്റ്ററിനെ കുറിച്ചൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം മാറ്ററിന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസിന്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടികളിൽ ഒന്നാണ് ചാർജ് എന്ന് പറയുന്നത് അല്ലെ. ആ ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് Q എന്ന ലെറ്റർ ആണ്. Q എന്ന ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ Q ആണ് ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ. ഓക്കെ, അപ്പൊ ചാർജിന് ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും അല്ലെ. എന്താണ് നമ്മള് പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും യൂണിറ്റ് ഉണ്ട്. അതുപോലെ ചാർജും എന്താണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അല്ലെ. ചാർജ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്, കൂളോം. ഓക്കെ, കൂളോം ആണ് ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാ ചാർജിന്റെ CGS യൂണിറ്റ് ഉണ്ട്. ചാർജിന്റെ CGS യൂണിറ്റ് ആണ് ESU. ESU, small letters ESU means electrostatic unit or stat coulomb. Okay, stat coulomb, electrostatic unit or stat coulomb ആണ് എന്ത്, ചാർജിന്റെ CGS യൂണിറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഈ ചാർജുകളെ കുറിച്ച്, ചാർജിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ നമുക്ക് ഇപ്പൊ ഇവിടെ പറയാം. നമ്മൾ മുമ്പൊക്കെ കേട്ടുള്ള പോലെ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. എന്താണ് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ, ഒരേ ഇനം ചാർജുകൾ. ഇപ്പോ എക്സാമ്പിൾ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഈ 2 പോസിറ്റീവ് ചാർജുകൾ, ഈ പോസിറ്റീവ് ചാർജുകൾ പരസ്പരം അടുത്തേക്ക് കൊണ്ടുവന്നാൽ അടുത്തേക്ക് വരില്ല, അത് പരസ്പരം റിപ്പൽ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ അകന്നു പോകുന്നു, വികർഷിച്ചു പോകുന്നു. ഓക്കെ, അതാണ് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. 2 പോസിറ്റീവ് ചാർജുകൾ പരസ്പരം റിപ്പൽ ചെയ്യുന്നു അല്ലെങ്കിൽ വികർഷിക്കുന്നു. അതേപോലെ തന്നെ 2 നെഗറ്റീവ് ചാർജുകളും ലൈക്ക് ചാർജുകളല്ലേ. അപ്പൊ 2 നെഗറ്റീവ് ചാർജുകളും പരസ്പരം അകന്നു പോകുന്നു അല്ലെങ്കിൽ റിപ്പൽ ചെയ്തു പോകുന്നു. എന്നാൽ ഒരു ചാർജ് പോസിറ്റീവ് ആണ്, ഒരു ചാർജ് നെഗറ്റീവ് ആണ്. ആ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും അടുത്തേക്കുണ്ടോന്നല്ലോ, അത് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. മനസ്സിലായോ? അടുത്തേക്ക് വരുന്നു അല്ലെങ്കിൽ പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. ഇതാണ് ചാർജിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ആ 2 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചാർജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പൊളാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓർ the property which can differentiate the 2 kinds of charges is called polarity of charges. മനസ്സിലായില്ലേ? അതായത് 2 വ്യത്യസ്ത ചാർജുകളെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടിയുടെ പേരാണ് അതിന്റെ പൊളാരിറ്റി. നമ്മൾ പറയാറുണ്ട് പോസിറ്റീവ് പൊളാരിറ്റി, നെഗറ്റീവ് പൊളാരിറ്റി അല്ലേ. പോസിറ്റീവ് പൊളാരിറ്റി. ഓക്കെ, ഇനി നമ്മളൊരു ആറ്റത്തിൽ നിന്ന്, ഇതിപ്പോ ഒരു ആറ്റമാണെന്ന് വിചാരിക്കുക, ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ, ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ ഈ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അതെങ്ങനെ? നമുക്കറിയാം, നോർമൽ കണ്ടീഷനിൽ ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും അല്ലേ. എന്തേ നോർമൽ കണ്ടീഷൻ? നോർമൽ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 273 കെൽവിൻ. 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ്. ഐസിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. ആ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ അല്ലെ, ഡിഗ്രി സെൽഷ്യസ് പറയാറില്ല. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ് 273 കെൽവിൻ. അപ്പൊ ടെമ്പറേച്ചർ 273 കെൽവിൻ ആവണം. അതുപോലെ തന്നെ പ്രഷർ 1 atm ആവണം. atm മീൻസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആവണം. ഈ 2 കണ്ടീഷൻ. ഇപ്പൊ ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ
1 ATM ഉള്ള ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ? നോർമൽ കണ്ടീഷൻ അല്ലേ? ഇങ്ങനെയുള്ള നോർമൽ കണ്ടീഷനിൽ മാത്രമാണ് ഒരു ആറ്റത്തിൽ ഉള്ള ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഈക്വൽ ആവുകയുള്ളൂ. മനസ്സിലായോ? ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഈക്വൽ ആവണമെങ്കിൽ കണ്ടീഷൻസ് നോർമൽ ആവണം, ടെമ്പറേച്ചർ 273 കെൽവിൻ ആവണം, ആൻഡ് പ്രഷർ 1 ATM ആവണം. ഓക്കെ, അപ്പോ നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വളരെ ചെറിയൊരു ഇതിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ആറ്റം, ഇതൊരു ആറ്റമാണെന്ന് വിചാരിക്കാം. ഇതൊരു ആറ്റമാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ആറ്റത്തെ ഞാൻ വലുതാക്കി പറയാം. ഓക്കെ, ഇത് വലിയൊരു ആറ്റമാണ്. അതിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയസ് എന്ന് പറയാം. സെന്റർ ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. എല്ലാം നിങ്ങൾ പഠിച്ചിട്ടതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുകയാണ്. ആ ന്യൂക്ലിയസില് എന്താ ഉണ്ടാവുക? ന്യൂക്ലിയസില് പ്രോട്ടോണുകൾ ഉണ്ടാവും, ന്യൂട്രോണുകൾ ഉണ്ടാവും അല്ലേ? ആ പ്രോട്ടോണുകളുടെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്, എല്ലാവർക്കും അറിയാം. ന്യൂട്രോണുകൾക്കോ ചാർജ് ഇല്ല. ന്യൂട്രോൺ ഹാസ് നോ ചാർജ് ഓർ ന്യൂട്രൽ ചാർജ്. അപ്പോ ന്യൂട്രൽ ചാർജുള്ള ന്യൂട്രോണുകളും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ആറ്റത്തിന്റെ എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസ് പറഞ്ഞാൽ ആറ്റത്തിന്റെ സെന്റർ ആണ് അല്ലെ? അപ്പോ ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ഉള്ള ന്യൂക്ലിയസിൽ ഉള്ളത് കൊണ്ട് ന്യൂക്ലിയസിന്റെ ചാർജ് നമുക്ക് എന്തായിട്ട് എടുക്കാം? പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ക്ലിയർ? അപ്പൊ പിന്നെ എവിടെ ഇലക്ട്രോണുകൾ ഉണ്ടാവുക? ഇലക്ട്രോൺ ആ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഷെല്ലുകളിലായിട്ട് ഇലക്ട്രോണുകൾ ഉണ്ടാവും. മനസ്സിലായോ? ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കുറെ ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ ഉണ്ടാവും, അതില് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഓരോ ഷെല്ലിൽ അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ ഉണ്ടാവും. അപ്പോ ന്യൂക്ലിയസ് എന്നുള്ള അകലെയുള്ള ഷെല്ലില് അതിലെ ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലല്ലേ അല്ലെ? ന്യൂക്ലിയസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആർക്ക്? ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോണുകൾക്ക് അല്ലെ? അപ്പോ ആ ഡിസ്റ്റൻസ് കൂടുമ്പോൾ നമുക്കറിയാം അകലം കൂടുന്തോറും അട്രാക്ഷൻ കുറയുകയും ചെയ്യാം അല്ലെ? അകലം കൂടുമ്പോൾ അട്രാക്ഷൻ കുറയും. നമുക്ക് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. അടുക്കുന്തോറും അട്രാക്ഷൻ കൂടും, അകലുന്തോറും അട്രാക്ഷൻ കുറയും. അപ്പോ ന്യൂക്ലിയസുമായിട്ട് ഇലക്ട്രോൺ ഒരു അട്രാക്ഷൻ ഇല്ലേ? എന്ത് അട്രാക്ഷൻ ഉള്ളത്? ന്യൂക്ലിയസുമായിട്ട് ഇലക്ട്രോണിന് എന്ത് അട്രാക്ഷൻ ഉള്ളത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസില് പോസിറ്റീവ് ചാർജില് പ്രോട്ടോണുകളുണ്ട്, അതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ആണെന്നും പറയാം. അപ്പൊ നെഗറ്റീവ് ചാർജിലെ ഇലക്ട്രോണുകളെ പോസിറ്റീവ് ചാർജിലെ ന്യൂക്ലിയസ് അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നില്ലേ? അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അട്രാക്ഷൻ കുറഞ്ഞു വരുന്നത് എപ്പോഴാണ്? ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണുകളിലേക്കുള്ള ഷെല്ലുകളിലേക്കുള്ള അകലം കൂടി വരുമ്പോൾ അട്രാക്ഷൻ കുറഞ്ഞു വരുന്നു. അപ്പൊ ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് അട്രാക്ഷൻ കുറയും. അപ്പോ ആ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അട്രാക്ഷൻ കുറവാണെങ്കിൽ ചെറിയ എന്തൊരു എക്സ്റ്റേണൽ ഫോഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറോ കൂടി കഴിഞ്ഞാൽ അത് അവിടുന്ന് എക്സ്റ്റേണൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൂലിയ വിടുന്നത്. അപ്പൊ ലോസിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഒരു ആറ്റത്തില് ഇലക്ട്രോണുകൾക്കാണ്. പ്രോട്ടോണുകൾ എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ എണ്ണം? കാരണം എന്താ? പ്രോട്ടോണുകൾ ന്യൂക്ലിയസിലുള്ളത്. ന്യൂക്ലിയസിലെ പ്രോട്ടോണുകൾക്ക് എണ്ണത്തിൽ മാറ്റം സംഭവിക്കില്ല. കാരണം ന്യൂക്ലിയസിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് പ്രോട്ടോണുകളുടെയോ ന്യൂട്രോണുകളുടെയോ എണ്ണത്തിൽ മാറ്റം വരുള്ളൂ. സാധാരണ കേസിൽ ന്യൂക്ലിയസിൽ ഒരു ചേഞ്ചും വരില്ല, അത് സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോ ലോസിംഗ് ടെൻഡൻസി ആർക്കാണുള്ളത്? ഇലക്ട്രോണുകൾക്കാണുള്ളത് അല്ലെ? അങ്ങനെ ലോസിംഗ് ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ള ഇലക്ട്രോണുകളെയാണ്, ഔട്ടർ ഷെൽ ഇലക്ട്രോണുകളെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുക. ഫ്രീ ഇലക്ട്രോൺസ്, സ്വതന്ത്ര ഇലക്ട്രോണുകൾ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അതെങ്ങനെ പോസിറ്റീവ് ചാർജ് കിട്ടുക? സാധാരണ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കുക, ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ലെറ്റർ എന്താണ്? ക്യൂ ആണ് അല്ലെ? ക്യൂ എന്ന ലെറ്റർ ആണ് ചാർജിനെ റെപ്രസെന്റ് ഉപയോഗിക്കുന്നത്. ഇ എന്ന ലെറ്ററും ഉപയോഗിക്കാറുണ്ട്. സ്മോൾ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ എന്താണ്? ചാർജിനെ. അതായത് എന്തുകൊണ്ടാ ചോദിച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് നമ്മൾ ബേസിക് ചാർജ് ആയിട്ട് അറിയപ്പെടുന്നത്. ബേസിക് ചാർജ് ആയിട്ട് അറിയപ്പെടുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. അത് എത്രയാ ചോദിച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 1.6 into 10⁻⁻⁹ കൂളം. ചാർജിന് യൂണിറ്റ് കൂളമാണ് നേരത്തെ പറഞ്ഞു. അപ്പോ 1.6 into 10⁻⁻⁹ കൂളമാണ് എന്ത്? ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്. അത് ഇലക്ട്രോണിന്റെ ചാർജ് ആണെങ്കിൽ എങ്ങനെ പറയാം? -1.6 into 10⁻⁻⁹ കൂളം. പ്രോട്ടോണിന്റെ ചാർജിനെ നമ്മൾ ഈ കൊണ്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. എന്താ? പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. മനസ്സിലായോ? പ്രോട്ടോണിന്റെ ചാർജ് 1.6 into 10⁻⁻⁹ കൂളമാണ്.
ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁹ കൂളംബ് ആണ്. എന്നാൽ ഇലക്ട്രോണിന്റെ ചാർജിനെ പറയുമ്പോൾ നമ്മൾ -1.6 ചേർക്കണം. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോണിനെ കുറിച്ച് പറയുമ്പോൾ +1.6 ആയിട്ട് പറയണം. ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അതിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അത് എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് കിട്ടിയത്? നേരത്തെ പറഞ്ഞു പ്രോട്ടോൺ ഇലക്ട്രോൺ ഈക്വൽ ആവില്ലേ? അപ്പൊ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 10e 10e ഈ പറഞ്ഞ ചാർജ് 10e + 10e പറഞ്ഞാൽ 10 പ്രോട്ടോണുകൾ ഉണ്ട്. അപ്പോ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? -10e. ക്ലിയർ? അപ്പൊ +10e 10 പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ, -10e പറഞ്ഞാൽ 10 ഇലക്ട്രോണുകൾ. മനസ്സിലായോ? ഓക്കെ, ഇനി അതിൽ നിന്നൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താലോ? അവിടെ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, ബാക്കി അവിടെ എത്രയാ? -10e അല്ലായിരുന്നു ടോട്ടല്. അതൊന്നും മൈനസ് ചെയ്ത് എത്രയായി? -9e ആവും. അപ്പോ +10eയും -9eയും തമ്മിൽ ആഡ് ചെയ്യാം. +10e + -9e രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? +1e. +1e പറഞ്ഞാൽ അപ്പോൾ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടമാകുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടുക. ഇപ്പൊ 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 പോസിറ്റീവ് ചാർജ് കിട്ടും നഷ്ടമാകുമ്പോൾ. ഓക്കെ, അപ്പോ when an electron is removed from an atom it occurs positive charge. Clear? അതേപോലെ when some electrons are added to the atoms it occurs negative charge. എന്താ പറയുന്നതിന്റെ അർത്ഥം? പുറത്തുനിന്ന് ഇലക്ട്രോണുകൾ അധികം കൊടുക്കുകയാണ്. അധികം കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞു -10e ആയിരുന്നു ഇലക്ട്രോണുകളുടെ എണ്ണം. പ്രോട്ടോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ ചാർജ് എത്രയാ? +10e, ഇലക്ട്രോണുകളുടെ ചാർജ് -10e. ഒരു 2 ഇലക്ട്രോൺ അധികം കൊടുത്താലോ? അപ്പൊ എത്രയാവും? ഇലക്ട്രോൺ -12e ആവും. 10e -10e പിന്നെ 2 എണ്ണം കൊടുക്കില്ലേ? അപ്പൊ -12e ആവും. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ? +10e. ഇപ്പൊ +10eയും -12eയും കൂടെ കൂട്ടുമ്പോൾ എത്രയാവും? -12e + 10e. അപ്പൊ എത്രയാവും? -2e ആവും അല്ലേ? അപ്പോ ആ ആറ്റത്തിന് മൈനസ് ചാർജ് കിട്ടി, അല്ലെങ്കിൽ -2 ചാർജ് കിട്ടി. മനസ്സിലായോ? ഇങ്ങനെ ഇലക്ട്രോൺ അധികം വന്നാൽ അത് നെഗറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. വ്യക്തമായോ? ഇനി അതുപോലെ ചാർജ് എന്നുള്ളത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്താ സ്കെയിലാർ ക്വാണ്ടിറ്റി? നമ്മള് +1 ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? That is a quantity which has only magnitude, no direction. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അളവ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ചാർജ് അതുപോലെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലായോ? അത് ഒരു പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. എന്നതുപോലെ തന്നെ അടുത്തത് ചാർജ് ഈസ് ഇൻവാരിയന്റ്. ദാറ്റ് ഈസ് ചാർജ് ഡസ് നോട്ട് ഡിപെൻഡ്സ് അപ്പോൺ ദ വെലോസിറ്റി ഓഫ് ചാർജ് പാർട്ടിക്കിൾ. ചാർജ് ഇൻവാരിയന്റ് ആണ്. ചാർജിന് മാറ്റം വരില്ല. എന്തിന്? ഫോർ എക്സാമ്പിൾ വെലോസിറ്റി മീൻസ് സ്പീഡ്. വെലോസിറ്റി കൂടുകയോ കുറയോ, ആരുടെ വെലോസിറ്റി? ഒരു ചാർജർ പാർട്ടിക്കിളിന്റെ സ്പീഡ് കൂടുകയോ കുറഞ്ഞാലും അത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ അത് എഫക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ചാർജ് ഇൻവാരിയന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോ നിങ്ങൾ വിചാരിക്കണ്ടേ എങ്ങനെയാ ഇപ്പൊ ചാർജ് വെലോസിറ്റി കൂടിയാലും കുറഞ്ഞാലും ഇപ്പൊ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ അത് എഫക്ട് ചെയ്യാത്തത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചാർജിനെ പോലെ തന്നെ ഒരു ബോഡിയുടെ ഇന്റൻസിക് പ്രോപ്പർട്ടികളിൽ ഒന്നാണ് മാസ് എന്ന് പറഞ്ഞു അല്ലെ? ഒരു ബോഡിക്ക് ഒരു മാസ് ഉണ്ട്. ആ ബോഡി മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടി വരുന്തോറും മാസിന് എന്ത് സംഭവിക്കും? സ്പീഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ വെലോസിറ്റി കൂടുമ്പോൾ മാസിന് എന്താ സംഭവിക്കുക? മാസ് കൂടി വരിക ചെയ്യുക. ആ ബോഡിയുടെ വെലോസിറ്റി ഓർ സ്പീഡ് ഈസ് കമ്പാരിബിൾ ടു ദാറ്റ് ഓഫ് ലൈറ്റ് ആണെങ്കിലോ, ഒരു ബോഡിയുടെ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡുമായിട്ട്, ലൈറ്റിന്റെ സ്പീഡ് എല്ലാവർക്കും അറിയാലോ. എന്താ ലൈറ്റിന്റെ സ്പീഡ്? ക്ലിയർ ആയോ? എന്താ ലൈറ്റിന്റെ സ്പീഡ്? 3 × 10⁸ m/s. 3 × 10⁸ m/s ആണ് ലൈറ്റിന്റെ സ്പീഡ്. അല്ലെങ്കിൽ കിലോമീറ്ററിൽ പറയുകയാണെങ്കിലോ 3 lakh km/s. ഒരു സെക്കൻഡിൽ
ലൈറ്റ് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അത്രയും ഫാസ്റ്റാണ് ലൈറ്റ്. ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ, വിച്ച് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ അല്ലെ, നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമല്ലേ അത്രയും ഫാസ്റ്റ് ആയിട്ട്. നമുക്കൊക്കെ മാക്സിമം ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമ്പോൾ 2 മീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും ഒരു സെക്കൻഡ് സമയം കഴിയും. അത്രയും സമയം കൊണ്ടാണ് ലൈറ്റ് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. അപ്പൊ ലൈറ്റിന്റെ സ്പീഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫിസിക്സിന്റെ ഓരോ ഒബ്ജക്റ്റുകളും ഓരോ സ്പീഡിനെ കമ്പയർ ചെയ്താൽ ലൈറ്റിന്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഓക്കെ, അപ്പം ആ ഒരു ബോഡിയുടെ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡുമായിട്ട് കമ്പാരബിൾ ആണ്, അല്ലെങ്കിൽ ഏതാണ്ട് അതിനടുത്തെത്തിയെങ്കിൽ ആ ബോഡിയുടെ മാസ് ഇൻഫിനിറ്റി ആവും, വളരെ വലുതാവും, മാസ് കൂടി വരിക ചെയ്യാം. അപ്പോ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്താ, ഒരു ബോഡിയുടെ മാസ്. എന്നാൽ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ആ ചാർജ് പാർട്ടിക്കിളുടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാർജ് ഈസ് ഇൻവാരിയബിൾ. ക്ലിയർ ആയോ? ചാർജ് ഈസ് ഇൻവാരിയബിൾ, വാരി ചെയ്യുന്നില്ല ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ചാർജ് റെസ്റ്റിലാണെങ്കിൽ, റെസ്റ്റ് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത അവസ്ഥ, അതിന് സ്റ്റേഷനറി എന്നും പറയാറുണ്ട് അല്ലെ. ചാർജ് സ്റ്റേഷനറി ആണ്, അല്ലെങ്കിൽ ചാർജ് റെസ്റ്റിലാണെങ്കിൽ. റെസ്റ്റിലിരിക്കുന്ന ചാർജ് എന്ത് പ്രത്യേകത, റെസ്റ്റിലിരിക്കുന്ന ചാർജ് അതിനു ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ്. ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. എങ്ങനെയാണെങ്കിൽ, ചാർജ് റെസ്റ്റിലാണെങ്കിൽ. Here, once more, if the charge is at rest, it produces electric field around it. Or stationary charge produces electric field around it. Stationary charge ആണ് റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ചാർജ്, മൂവ് ചെയ്യാത്ത ചാർജ്, അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വ്യക്തമായോ? എന്നാൽ the unaccelerated charge particle, പ്രത്യേകം ശ്രദ്ധിക്കുക, അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ. എന്ത് അൺആക്സിലറേറ്റഡ്, ആക്സിലറേഷൻ ഇല്ലാത്ത. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും സ്പീഡ് കൂടി പോവുക, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് വരിക. വെലോസിറ്റിക്ക് സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് വരിക അല്ലെ, അല്ലെങ്കിൽ വെലോസിറ്റി കൂടി വരിക, അല്ലെങ്കിൽ സമയം കൂടുന്നതനുസരിച്ച് സ്പീഡും കൂടി ഓരോ സെക്കൻഡ് സ്പീഡ് കൂടി വരുന്നതിനാണ് ആക്സിലറേഷൻ എന്ന് പറയാം. മനസ്സിലായോ? ആക്സിലറേഷൻ. അപ്പം ഇവിടെ അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ, നമ്മൾ അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആക്സിലറേഷൻ ഇല്ല. അപ്പൊ എങ്ങനെയാ എന്ന് വെച്ചാൽ സ്പീഡ് കൂടണില്ല കുറയണില്ല, കോൺസ്റ്റന്റ് സ്പീഡ് ആവാം. ക്ലിയർ? കോൺസ്റ്റന്റ് സ്പീഡ് ആണ്, യൂണിഫോം ആവാം. അങ്ങനെയുള്ള ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ എന്ന് പറയും. അങ്ങനെ അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയറായോ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ രണ്ട് ഫീൽഡും ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആര്? അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ. പക്ഷെ ഈ രണ്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് റേഡിയേറ്റ് ചെയ്യുന്നില്ല, പുറത്തേക്ക് വിടുന്നില്ല, എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല, എനർജീനെ പുറത്തേക്ക് വിടുന്നില്ല. ക്ലിയർ ആയോ? അപ്പൊ അതിനെ ഇങ്ങനെ പറയാം, ദ അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ produces both electric field and magnetic field, but does not produce but does not radiate energy. എനർജിനെ റേഡിയേറ്റ് ചെയ്യുന്നില്ല, എനർജി പുറത്തേക്ക് വിടാതെ ഒരേ സമയം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആര്? അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ. വ്യക്തമായി മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഒന്നുകൂടി ഞാൻ പറയാം. ദ അൺആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ പ്രൊഡ്യൂസേഴ്സ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ബട്ട് ഡസ് നോട്ട് റേഡിയേറ്റ് എനർജി. ക്ലിയർ ആയോ ആ പോയിന്റ്? നെക്സ്റ്റ് പോയിന്റ്, അതിനോട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ മറ്റൊരു പോയിന്റ് എന്താ? ദ ആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ പ്രൊഡ്യൂസേഴ്സ് നോട്ട് ഓൺലി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബട്ട് ഓൾസോ റേഡിയേറ്റ് എനർജി. ആ പോയിന്റും വ്യക്തമായി ശ്രദ്ധിക്കുക. മറ്റേത് അൺആക്സിലറേറ്റഡ് ആയിരുന്നേ, എന്നാൽ ഇവിടെയോ ആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ. ഓക്കെ, ആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെന്താ? എനർജീനെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, എനർജീനെ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവുന്നതോടൊപ്പം തന്നെ എനർജിയും റേഡിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനർജിയും പുറത്തേക്ക് വിടുന്നു. ആ പുറത്തേക്ക് വിടുന്ന എനർജി എന്തിന്റെ രൂപത്തിലാണ്?
ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ രൂപത്തിലാണ്. മനസ്സിലായോ? ആ പുറത്തേക്ക് വിടുന്ന എനർജി അല്ലെങ്കിൽ ആ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ രൂപത്തിലാണ്. അതാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? ദ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ്. But the unaccelerated charge produces both the electric and magnetic field, whereas the accelerated charge particle produces not only electric and magnetic field but also radiate energy in the form of electromagnetic wave. വ്യക്തമായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാർജിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ചാർജിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട 4-5 പോയിന്റുകൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചാർജുകളുടെ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്തൊക്കെ? ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് 3 ചാർജുകളുടെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് പറയേണ്ടത്. ഓക്കെ, അതിൽ ഫസ്റ്റ്, ചാർജസ് ആർ അഡിക്റ്റീവ് ഓർ അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ്. ഓക്കെ, അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ്. ചാർജസ് അഡിക്റ്റിവിറ്റി ആണ്, മീൻസ് ചാർജുകളെ ആഡ് ചെയ്യാം. അതെങ്ങനെയാ? അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല ചാർജുകളുണ്ട്. ഓക്കെ, ആ സബ്സ്റ്റൻസിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള ചാർജുകളെ പരസ്പരം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കിട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആ സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് കിട്ടും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ചാർജുകളുടെ സൈനും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സൈനും കൂടെ കൺസിഡർ ചെയ്യണം. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതും കൂടെ. അപ്പൊ ചാർജ്, ദ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ആൾജിബ്രിക്കലി ഓൾ ദ ചാർജസ് പ്രസന്റ് എനിവർ ഓൺ ദ സിസ്റ്റം. ക്ലിയർ ആയോ? ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബോഡി, ആ ബോഡിയിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തില് പല ഭാഗങ്ങളായിട്ട് പല ചാർജുകളുണ്ട്. ആ ചാർജുകളെ തമ്മിൽ ആഡ് ചെയ്യുന്നു. എങ്ങനെ ആഡ് ചെയ്യുന്നു? ആൾജിബ്രിക്കലി ആയിട്ട് ആഡ് ചെയ്യുന്നു. ആൾജിബ്രിക്കലി ആയിട്ട് ആഡ് ചെയ്യുക പറഞ്ഞാൽ അതിന്റെ സൈനും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള അഡീഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ടോട്ടൽ ചാർജ് കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചാർജസ് ആർ അഡിക്റ്റീവ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഒരു ബോഡിയിലുള്ള കുറച്ച് 4 ചാർജുകൾ പറയാം. ഒരു ബോഡിയിലുള്ള ഫസ്റ്റ് ചാർജ് ഇപ്പോൾ +2 കൂളം, +2 കൂളം. അടുത്തത് -3 കൂളം, പിന്നെ +1 കൂളം. ക്ലിയർ ആയോ? +2 കൂളം, -3 കൂളം, -5 കൂളം, +1 കൂളം. ഇതെങ്ങനെ മൊത്തം ആഡ് ചെയ്യുക? എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലെ? ആഡിങ് ആൾജിബ്രിക്കലി എന്ന് പറയുന്നത് എങ്ങനെയാ? -1 കൂളം, +2 കൂളം, -3 കൂളം, -5 കൂളം, +1 കൂളം. അപ്പൊ പ്ലസ് ഉള്ളത് ഏതൊക്കെയാ? ആദ്യത്തെയും ലാസ്റ്റത്തെയും ചാർജ്, പോസിറ്റീവ് ചാർജ് ഏതൊക്കെയാ? +2 കൂളം, ലാസ്റ്റ് ഏതാ പറഞ്ഞ? +1 കൂളം അല്ലെ? അപ്പൊ രണ്ടും കൂടെ പ്ലസ് ആഡ് ചെയ്യുമ്പോൾ എത്രയും? +1 കൂളം, +2 കൂളം, +1 കൂളം, അപ്പൊ +3 കൂളം അല്ലെ? മറ്റേത് മൈനസ് ഉള്ളത് ഏതൊക്കെയാ? -3 കൂളം, -5 കൂളം അല്ലെ? അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയും? -8 കൂളം ആയി. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ, ആദ്യത്തെ മീൻസ് ഫസ്റ്റ് ചാർജും ലാസ്റ്റ് ചാർജും കൂടെ ആഡ് ചെയ്താൽ +3 കൂളം കിട്ടും. പിന്നെ എത്ര ഇവിടെ കിട്ടുക? ഇവിടെ -8 കൂളം കിട്ടും. അപ്പൊ +3 കൂളം, -8 കൂളം, അപ്പൊ എത്രയും? -5 കൂളം. അപ്പൊ ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് -5 കൂളമാണ്. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ പറയുന്ന ചാർജസ് ആർ അഡിക്റ്റീവ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, ചാർജസ് ആർ അഡിക്റ്റീവ് ഓർ അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ്. ഓക്കെ, സെക്കൻഡ് വൺ, കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസ്. അവർ ചാർജസ് ആർ കൺസർവ്ഡ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കൺസർവ്ഡ് പറഞ്ഞാൽ സ്ഥിരമാണ്, മാറ്റില്ല. അതായത് ഒരു ഐസോലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും കൺസർവ്ഡ് ആണ്. ഐസോലേറ്റഡ് സിസ്റ്റം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഐസോലേറ്റഡ് സിസ്റ്റം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സിസ്റ്റം, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ ചാർജ് ഉണ്ട്.
ഇത്ര ചാർജ് ഉണ്ട്, എത്ര വേണമെങ്കിലാവാം, ആ സിസ്റ്റത്തിൽ ഇത്ര ചാർജ് ഉണ്ട്. ആ സിസ്റ്റത്തിലെ ചാർജ് സറൗണ്ടിങ്സിലേക്ക് പോകുന്നില്ല, ചുറ്റുപാടിലേക്ക് പോകുന്നില്ല. അതുപോലെ സറൗണ്ടിങ്സിന്റെ ചാർജ് സിസ്റ്റത്തിലേക്ക് വരുന്നില്ല. ക്ലിയർ ആയോ? സിസ്റ്റത്തിലെ ചാർജ് സറൗണ്ടിങ്സിലേക്ക് നഷ്ടാവുന്നില്ല, സറൗണ്ടിങ്സിലെ ചാർജ് സിസ്റ്റത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് സറൗണ്ടിങ്സിൽ നിന്ന് നമ്മുടെ സിസ്റ്റം എന്താണ്? ഐസൊലേറ്റഡ് ആണ്. ക്ലിയർ ആയോ? അങ്ങനെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും സ്ഥിരമായിരിക്കും, അല്ലെങ്കിൽ കൺസർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള കൺസർവേഷൻ ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസർവ്ഡ്. ക്ലിയർ ആയോ? അതിനെ നമുക്ക് ഈ കൺസർവേഷൻ ഓഫ് ചാർജിനെ വേറെ രീതിയിലും കൂടെ പറയാം. എങ്ങനെ? ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. Charges can neither be created nor be destroyed. It may transfer from one body to another body. വ്യക്തമായോ? ചാർജുകളെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. പിന്നെ എന്താണ് സാധ്യമാവുന്നത്? ചാർജിനെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ചാർജിനെ ട്രാൻസ്ഫർ എത്തിക്കാം, മാറ്റപ്പെടാം. മനസ്സിലായോ? ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് മേ ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. എനർജീനെ നമ്മൾ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അതിനെ ഒരു രൂപത്തിൽ നിന്ന്, എനർജിക്ക് പല രൂപങ്ങളില്ലേ, അപ്പോൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക്, അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഏതാണ്ട് അതുപോലെ തന്നെ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്താ? ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്. ചാർജ് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? അല്ല. ആ ഉണ്ടാക്കിയ ചാർജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലവിലുള്ള ചാർജിന് നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല, അപ്പൊ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഇങ്ങനെ പറ്റുള്ളൂ, ഒരു ബോഡിയിലുള്ള ചാർജിനെ മറ്റൊരു ബോഡിയിലേക്ക് മാറ്റാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ചാർജ് ആർ ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. ക്ലിയർ ആയോ? ഇതാണ് നമ്മള് കൺസർവേഷൻ ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് പ്രോപ്പർട്ടി എന്താണ്? ഈ തേർഡ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം ഒരു ഒട്ടുമിക്ക എക്സാമ്പിളുകൾക്കും ഇതിന് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പ്രോപ്പർട്ടികളിൽ പ്രധാനപ്പെട്ട 3 പ്രോപ്പർട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. ഈ ഞാൻ പറയാൻ പോകുന്നത് കോണ്ടൻസേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. അപ്പോ തേർഡ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കോണ്ടൻസേഷൻ ഓഫ് ചാർജ്. ചാർജ് കോണ്ടൻസേഷൻ ആണ്. എന്ത് കോണ്ടൻസേഷൻ എന്ന് പറയുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? കോണ്ട എന്ന വാക്ക്, QUANTA, കോണ്ട എന്ന വാക്ക് നിങ്ങൾ മുമ്പ് എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കും, ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം, കോണ്ട ഈസ് ദ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. എനർജിയുടെ ചെറിയ 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 ഭാഗങ്ങളെയാണ് കോണ്ട എന്ന് പറയുന്നത്. ചെറിയ ഭാഗങ്ങൾ. ഇപ്പൊ നമ്മള് ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ ഭാഗം നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഒരു ഭാഗമാണ് എന്ത്? ഒരു പിന്നെ ആറ്റം എന്ന് പറയുന്നത്. ആരെങ്കിലും ആറ്റത്തെ കണ്ടവരുണ്ടോ? ഇല്ല, അല്ലെ? വി കാൺട്ട് സീ ആൻ ആറ്റം വിത്ത് അവർ നേക്കഡ് ഐ. ശരിയല്ലേ? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്രയും സൈസ്, നെഗ്ലിജിബിൾ സൈസ് ഉള്ള ഒന്നിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുക. അതാണ് ഒരു സബ്സ്റ്റൻസ് ആറ്റം, അല്ലെ? അതുപോലെ തന്നെ ലൈറ്റിനെ കൺസിഡർ ചെയ്യുക. ലൈറ്റ് ഒരു സബ്സ്റ്റൻസ് ആണോ? അല്ല, ലൈറ്റ് സബ്സ്റ്റൻസ് അല്ല. ലൈറ്റ് എന്താ? പിന്നെ ലൈറ്റ് ഒരു എനർജി ഫോം ആണ്, അല്ലെ? ആ ലൈറ്റിന്റെ എനർജിയുടെ ഏറ്റവും ചെറിയൊരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? ആറ്റത്തെ പോലെ ലൈറ്റിന്റെ ഏറ്റവും ചെറിയ ഭാഗത്തെയാണ് ഫോട്ടോൺ എന്ന് പറയുക. ഫോട്ടോൺ, PHOTON, ഫോട്ടോൺ മീൻസ് the smallest particle of light is called a photon. ക്ലിയർ ആയോ? അതുപോലെ ലൈറ്റ് അല്ലാത്ത മറ്റു ചില റേഡിയേഷൻസ് ഇല്ലേ? എന്തൊക്കെയുണ്ട്? ഗാമ റേഡിയേഷൻ ഉണ്ട്, എക്സ് റേഡിയേഷൻ ഉണ്ട്, ആൽഫ റേഡിയേഷൻ ഉണ്ട്, ബീറ്റ റേഡിയേഷൻ ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്. ഇതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളാണ്. അപ്പൊ അത്തരം വേവുകളുടെ അല്ലെങ്കിൽ അത്തരം റേഡിയേഷന്റെ ഏറ്റവും ചെറിയൊരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? ക്വാണ്ടം എന്ന് പറയുക, അല്ലെങ്കിൽ ക്വാണ്ട എന്ന് പറയുക. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്, ലൈറ്റ് പറഞ്ഞ എനർജി തന്നെയാണ്. അപ്പൊ ഫോട്ടോണും ക്വാണ്ടയ്ക്ക് ഏതാണ്ട് ഈക്വൽ തന്നെയാണ്. മനസ്സിലായോ? അപ്പോ ക്വാണ്ട മീൻസ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. എനർജിയുടെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ് ക്വാണ്ട എന്ന് പറയുന്നത്. അപ്പൊ കോണ്ടൻസേഷൻ ഓഫ് ചാർജ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം?
അതായത് ഒരു സബ്സ്റ്റൻസിലുള്ള ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ മൊത്തം ചാർജ് എന്ന് പറയുന്നത് അതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാർജ് നമ്മൾ എന്തെടുക്കുക, ഇലക്ട്രോണിന്റെ ചാർജ് ആണ് അല്ലെ. ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാ, 1.6 into 10⁻⁻⁹ കൂളം അല്ലെ. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻⁹ കൂളം, അതാണ് ബേസിക് ചാർജ്. അപ്പൊ ഒരു സബ്സ്റ്റൻസിന്റെ മൊത്തമുള്ള ചാർജ് പറഞ്ഞാൽ എന്താവും, ആ സബ്സ്റ്റൻസിലുള്ള ബേസിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. എന്താണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ? ഇന്റിജർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇന്റിജറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് എന്ത്, സ്മോൾ എൻ അല്ലെ. n മീൻസ് ഇന്റിജർ. എന്നിന്റെ വാല്യൂ എന്താ, 1 2 3 4 എക്സെട്ര, 1 മുതൽ എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, ആ ഇന്റഗ്രൽ വാല്യൂ കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിന്റെ ചാർജിനെ, അതായത് ബേസിക് ചാർജിനെ മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് കിട്ടും ടോട്ടൽ ചാർജ് കിട്ടും. അതായത് ഇവിടെ നമുക്ക് കോൺഡൻസേഷണൽ ചാർജ് Q ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. കോൺഡൻസേഷൻ ഓഫ് ചാർജ് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ക്ലിയർ? Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ഈ പറഞ്ഞ ഇലക്ട്രോണിന്റെ ചാർജ്, n പറഞ്ഞ ഇന്റിജേഴ്സ് ആണ്, 1 2 3 4 എക്സെട്ര ആണ്. അപ്പൊ പ്ലസ് ഓർ മൈനസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ആ ടോട്ടൽ ചാർജ് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം അല്ലെ, ടോട്ടൽ ചാർജ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഡൻസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ 1 കൂളം ഓഫ് ചാർജ്? ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ 1 കൂളം ഓഫ് ചാർജ്? ഒരു കൂളം ചാർജിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും, എങ്ങനെ മനസ്സിലാക്കുക? അപ്പൊ നമുക്ക് 1 കൂളം ചാർജ് അല്ലേ പറഞ്ഞത്, അപ്പൊ Q പറഞ്ഞാൽ 1 കൂളം ആണ്. ഓക്കെ, Q is equal to 1 കൂളം. ഓക്കെ, അപ്പൊ നമ്മള് എന്താ കാണേണ്ടത്, എത്ര എണ്ണം ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ എണ്ണം മീൻസ് നമ്പർ അല്ലേ കാണേണ്ടത്, n അല്ലേ കാണേണ്ടത്, ഇന്റിജർ അല്ലേ കാണേണ്ടത്. അപ്പോ Q ഈക്വൽ ടു N ആണെങ്കിൽ N ഈക്വൽ ടു എന്താവും, Q by E. ക്ലിയർ? N ഈക്വൽ ടു Q by E. അപ്പൊ Q എത്രയാ, 1 കൂളം, ബൈ E എത്രയാ, 1.6 into 10⁻⁻⁹. അപ്പൊ 1 by 1.6 into 10⁻⁻⁹ കിട്ടും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6.25 into 10⁻⁸ കിട്ടും. 6.25 into 10⁻⁸ കിട്ടും. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, ഒരു കൂളം ചാർജില് 6.25 into 10⁻⁸ ഇലക്ട്രോൺസുകൾ ഉണ്ട്. ഇത് നമുക്ക് കോൺഡൻസേഷൻ ഓഫ് ചാർജിനെ, അതായത് ചാർജിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വ്യക്തമായോ? ഇത്രയാണ് നമുക്ക് ചാർജുകളുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച്.